പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സോളമൻ രാജാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു രാജാവിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ കാണുമ്പം ആ ചിത്രം അതേപടി നമ്മൾക്ക് ഒരു ബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവ കഥകൾ പഠിക്കുന്നു എന്നതിനപ്പുറത്തേക്കും ആ ജീവിതം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന രീതിയാണ് താൻ കണ്ടെത്തേണ്ടത്. ഇവിടെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം അദ്ദേഹത്തിന് കയ്യിൽ കിട്ടി. അദ്ദേഹത്തിൻ്റെ പിതാവ്, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നുപോയ ദാവീദ് രാജാവ് എല്ലാ ശത്രുക്കളെയും കീഴ്പ്പെടുത്തി അതിർത്തികളെല്ലാം പരിപൂർണമായിട്ട് സുരക്ഷിതമാക്കി. മകൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ ആ സമ്പൽ സമൃദ്ധി അദ്ദേഹം നന്നായിട്ട് വിനിയോഗിച്ചു. ദേവാലയം പണിതു, കൊട്ടാരം പണിതു. അതിനുശേഷം അതിർത്തികൾ കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമല്ല, അന്ന് മറ്റ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം ഉണ്ടാക്കുകയും വ്യവസായത്തിൽ, വാണിജ്യത്തിൽ ഒരുപാട് മുമ്പോട്ട് പോവുകയും മറ്റന്ന് അറിയപ്പെടുന്ന വമ്പൻ സാമ്രാജ്യം, ഈജിപ്തിന് സാമ്രാജ്യങ്ങൾക്ക് ഒപ്പം ഇസ്രായേൽ സാമ്രാജ്യം വന്ന് നിലയുറപ്പിക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കും. എത്ര വിശ്വസ്തയോടുകൂടിയായ പ്രാർത്ഥനയായിരുന്നു. മധ്യസ്ഥം വഹിക്കുക, ഒരേ സമയത്ത് രാജാവ് പുരോഹിതൻ കൂടിയാണ് ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ജനത്തിനും അദ്ദേഹത്തിനും വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന എത്ര മനോഹരമായിരുന്നു. പക്ഷേ കാലഘട്ടം മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം വഴിതെറ്റി എന്നതിന് ഒരു സംശയവുമില്ല. വഴിതെറ്റിയ പ്രധാനമായിട്ടും വിവാഹ ഉടമ്പടികളിലൂടെയാണ്. രാജ്യതന്ത്രജ്ഞയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ, മറ്റ് വിഗ്രഹാരാധകരായ രാജാക്കന്മാരുടെ മക്കളെ കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സ്ത്രീകൾ അവരുടേതായ ആരാധന നടപ്പാക്കാൻ ശ്രമിച്ചപ്പം അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യഹോവയുടെ ദേവാലയം പണിത രാജാവ് അവർക്ക് വേണ്ടി ആരാധനാലയം പണിത് കൊടുക്കേണ്ടി വന്നു. ഇപ്പം ജനവും വിഗ്രഹാരാധനയിലേക്ക് നീങ്ങി. അപ്പം സാവധാനത്തിൽ ശിഥിലീകരണത്തിൻ്റെ മുളയെടുക്കാൻ തുടങ്ങി. എതിർപ്പുകൾ വരാൻ തുടങ്ങി, ശത്രുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോക്ക് തെറ്റാണ് എന്ന് കണ്ടപ്പോൾ ദൈവം തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് നീങ്ങുന്നതാണ്. അപ്പോൾ കാണുന്നത് വളരെ സുന്ദരമായ ഒരു വചനം കൂടിയുണ്ട്. കർത്താവ് ഏദോമ്യനായ ഹദാദിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു എന്നാണ്. ഇതൊരു വലിയ പ്രമേയമാണ് കേട്ടോ. അതായത് ചില സാഹചര്യങ്ങളിൽ ഏകാധിപതികളായി ആരും ചോദ്യം ചെയ്യപ്പെടില്ലാത്ത രീതിയിൽ ആയുധധാരികളായ വമ്പൻ സമ്രാറ്റുകൾ രാജ്യം ഭരിച്ചു പോകുമ്പോൾ നിസ്സഹായരായ ആളുകൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. അഴിമതിയും അനീതിയും തന്നെ നടപ്പുണ്ട്. പക്ഷേ അവിടെ ദൈവം ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്കൊന്നും പ്രത്യാശ പകരുന്ന സംഗതി. വലിയ പ്രത്യാശ. ദൈവം തന്നെ സോളമനെതിരായ ഹദാദിനെ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എതിരായിട്ട് 2-3 ശത്രുക്കൾ ഉണർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഹദാദ് എന്ന് പറയുന്നയാൾ. അതായത് ദാവീദ് രാജാവ് ആ ഏദോമ്യരെ മുഴുവൻ ഒരുപാട് പേരെ യുദ്ധത്തിൽ കൊന്നൊടുക്കിയപ്പോൾ അവിടുന്ന് ഒളിച്ചോടിപ്പോയ ആളാണ് അദ്ദേഹം പിന്നെ ദാവീദിൻ്റെ മരണത്തോടുകൂടി തിരിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് 3 കലാപകാരികളെ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഹദാദാണ്. അപ്പോൾ അങ്ങനെ ആ ഘട്ടങ്ങളിൽ അകന്നു പോകുന്ന ആൾക്കാർക്ക് ദൈവത്തിന് സംരക്ഷണം കൊടുക്കുകയില്ല എന്ന പ്രമേയം അതിനകത്ത് കടന്നു വരിക. ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, വിശ്വസ്തരല്ലാതിരുന്നു കഴിഞ്ഞാൽ, വിഗ്രഹാരാധനയിൽ പെട്ട് കഴിഞ്ഞാൽ തമ്പുരാൻ ആഗ്രഹിച്ചതും നടപ്പാക്കിയതുമായ സംരക്ഷണം പിന്നീട് കിട്ടുകയില്ല. ഇത് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിലും നടപ്പാകുന്ന കാര്യം തന്നെയാണ്. ധാർമ്മികമായിട്ട് ക്ഷയിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിടിലം കൊണ്ടുകൊണ്ട് ഛിദ്രവാസന വളർന്നു വരികയും സുരക്ഷിതത്വം തകരുകയും ചെയ്യുന്ന അനുഭവം എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ദൈവം തന്നെ ശത്രുവിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു എന്ന് പറയുന്നു. അപ്പോൾ അകലുന്നവർക്ക് സംരക്ഷണമില്ല. സംരക്ഷണം ആർക്കാണ്? പ്രമാണങ്ങൾ പാലിക്കുകയും അതനുസരിച്ച് അധരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ആ വചനത്തെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അതിനനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്ക് ദൈവത്തിന് സംരക്ഷണം ഉണ്ടാകും. അതില്ല എങ്കിൽ തകർന്നു പോകും. അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. നമുക്ക് ദൈവത്തിന് സംരക്ഷണം കിട്ടണമെങ്കിൽ ദൈവപ്രമാണങ്ങൾ പാലിക്കണം, സുവിശേഷ ചൈതന്യം സ്വീകരിക്കണം, കർത്താവോട് ചേർന്ന് നിൽക്കണം. എങ്കിൽ കർത്താവ് സംരക്ഷണം നൽകുന്നതാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ
നമ്മൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം ആഭ്യന്തരമായ കലഹമാണ് ആദ്യം ഉണ്ടായി, പിന്നീട് ബാഹ്യശത്രുക്കൾ വന്ന് അകത്ത് നിന്ന് തന്നെയാണ് പ്രശ്നം ഉണ്ടായത്. ചില സാഹചര്യങ്ങളിൽ ക്രൈസ്തവ സമൂഹവും ചിലപ്പോൾ ചില രാഷ്ട്രങ്ങളിലെ പോക്ക് നമ്മുടെ തന്നെയാണെങ്കിലും ശരി ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണിപ്പോൾ നാം കണ്ടുവന്നത്. ഈ തൊട്ടടുത്ത കാലത്ത് പാർലമെൻറ്റ് തോൽപ്പിച്ചിൽ വനിതാ സംരക്ഷണ നിയമത്തിൻ്റെ മറവിൽ കൊണ്ടുവന്ന എന്താണ്, വിഭജനമായിരുന്നു. മണ്ഡല വിഭജനം നടത്തിയിട്ട് വടക്കേ ഇന്ത്യയിൽ അവർക്ക് പൂർണ്ണമായിട്ടും ജയിക്കാം എന്നുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് സീറ്റുകളെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ ഈ രാജ്യം മുഴുവൻ ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവിടെ നിന്ന് തന്നെ ഉണ്ടാകും. ഈ ദുഷ്ടലാക്കോടുകൂടി അത് വനിതാ സംരക്ഷണ നിലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്തു. ഇനി അത് നമുക്ക് പറ്റാത്ത അവസ്ഥയാണോ വരുമെന്ന് വിചാരിച്ചോ? നമുക്ക് പറ്റുന്നില്ല. FCRA എന്ന് പറഞ്ഞ നിയമം അത് കൊണ്ടുവന്നയാൾ തന്നെ പറഞ്ഞു മതപരിവർത്തന നിരോധനത്തിനനുസൃതമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്കെതിരായിട്ടാണ്, ക്രൈസ്തവർക്കെതിരായിട്ടാണ്. അപ്പോൾ ചില ആളുകളൊക്കെ ആ കൂട്ടത്തിൽ കൂടിക്കിടോ കണക്ക് ബോധിപ്പിച്ചാൽ പോരെ അതിനെന്താ ഇത്ര വിഷമം എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നവരെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കണക്ക് ബോധിപ്പിക്കുക, അപ്പോൾ ആരാണ്ട് കണക്ക് ബോധിപ്പിക്കാതിരിക്കുന്നു എന്നൊരു ആരോപണം വരെ ഉണ്ടാക്കിയിട്ട് സഭയുടെ പ്രവർത്തനങ്ങളെയൊക്കെ കള്ളത്തരമാക്കി അവതരിപ്പിക്കാനും സഭയുടെ മേലധ്യക്ഷന്മാരെയൊക്കെ മോഷ്ടാക്കളാക്കി വരുത്തി വയ്ക്കുവാനുമുള്ള രീതിയിലല്ലേ ആ വർത്തമാനം പറഞ്ഞത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ. ഈ കണക്ക് കൊടുക്കാൻ എന്താ ഇത്ര വിഷമമെന്നാണ് ചോദിക്കുക. കേൾക്കുന്ന ആൾ തന്നെ വിചാരിക്കുന്നത് ഇവിടെ കണക്കെല്ലാം കള്ളക്കണക്കാണ്, കണക്ക് അവതരിപ്പിക്കാതിരിക്കും. പക്ഷേ വളരെ കൃത്യമായിട്ട് 2010 തൊട്ട് ഈ FCRA നിലവിൽ വന്നപ്പം തൊട്ട് തന്നെ വളരെ കൃത്യമായിട്ട് കണക്ക് നിയമാനുസൃതമായി രാജ്യത്തിൻ്റെ നിയമം അക്ഷരശ വിട്ടുപോകാതെ അവതരിപ്പിച്ചുകൊണ്ടാണ് സഭാസമൂഹം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കണക്ക് അവതരിപ്പിക്കുന്നതല്ല പ്രശ്നം. അവിടെ പ്രത്യേക ഒരു സംവിധാനത്തെ ഏർപ്പെടുത്തി ഡെസിഗ്നേറ്ററി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡെസിഗ്നേറ്ററി പ്രത്യേകമായ രീതിയിലുള്ള അധികാരം, ഒരു സിവിൽ അധികാരത്തോടുകൂടി ഒരു വ്യക്തിയെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ FCRA സസ്പെൻഡ് ചെയ്യുകയോ അത് പുതുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആ സ്ഥാപനം ഏറ്റെടുക്കാനുള്ള അധികാരം കൊടുക്കുക. നോക്കണേ എവിടെ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും. അതായത് നമുക്ക് SP കോളേജ് പോലെ കോളേജ് പോലും ആണെങ്കിൽ തന്നെയും അത്ര വമ്പൻ സ്ഥാപനമാണെങ്കിൽ തന്നെയും അതിനൊക്കെ കുറേ വിദേശ സഹായം ഉള്ളതാണ്, ഫണ്ടിങ് വരുന്നതാണ്, ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുപോലെ സഭാസമൂഹത്തിൽ രൂപതകൾ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ വൈദികരും സന്യാസികളും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് അവരധ്വാനിക്കുന്നതിൻ്റെ ഫലം അവരുടെ ശമ്പളം അതിങ്ങോട്ട് വരുന്ന ഈ അക്കൗണ്ടിലൂടെ വരികയുള്ളൂ. വിദേശ സഹായം എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്ടെന്ന് ഫണ്ടിങ് ഏജൻസി ഇവിടെ മലമറിക്കുന്ന അർത്ഥത്തിലല്ല നാം കാണേണ്ടത്. അങ്ങനെ നമ്മുടെ ആൾക്കാർ തന്നെ അധ്വാനിക്കുന്നതിൻ്റെ പണം തന്നെയാണ്. അപ്പോൾ അതൊക്കെ FCRA അക്കൗണ്ട് മരവിപ്പിക്കുകയോ ലൈസൻസ് പുതുക്കാതിരിക്കുകയോ സറണ്ടർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾ ഒരാൾ തന്നെയാണ്. പുതുക്കുന്ന ഒരാൾ സറണ്ടർ ചെയ്യുമ്പോൾ അവന് ഡിസ്മിസ് ചെയ്യുന്ന ആൾ ഈ ആൾ തന്നെയാണ് നടപടി എടുക്കേണ്ടത്. ഈ ആളിനെ തന്നെയാണ് ഈ അധികാരം കൊടുക്കുന്നത്. സ്പെഷ്യൽ ഡെസിഗ്നേറ്റർ എന്നല്ലേ അധികാരം കൊടുക്കുക. ആലോചിച്ച് നോക്കി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. വളരെ ബോധപൂർവമായിട്ട് സ്ഥാപനങ്ങളെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് നിർത്തിവെപ്പിക്കാൻ കഴിയും, അത് തന്നെ അത് വിൽക്കാൻ കഴിയും, ലേലം വിളിക്കാൻ കഴിയും. ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ അത് മറ്റേ നിയമം പോലെയല്ല. മറ്റേ 3/2 ഭൂരിപക്ഷം വേണമായിരുന്നു. ഇവിടെ ഇപ്പം ചെറിയ ഭൂരിപക്ഷം ബില്ല് വീണ്ടും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണമോ? അവിടെ കാണുന്നത് അനീതി നടത്തുന്ന അഴിമതി നടത്തുന്ന അധാർമികമായിട്ട് ഭരിക്കുന്ന ഒരു ശക്തിയും നിലനിൽക്കുകയില്ല. അവിടാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് നമ്മുടെ ബലത്തിലല്ല, നമ്മുടെ കരുത്തിലല്ല, സൈനിക ശക്തിയില്ല, വോട്ടിൻ്റെ ബലത്തിലുമല്ല, നമ്മുടെ ബലം മുഴുവൻ കർത്താവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ തകർക്കാൻ കർത്താവിന് പറ്റും. നിമിഷം കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി അട്ടിമറിക്കാനായിട്ട് സാധിക്കുന്ന സംഭവങ്ങളുണ്ടാകാം. അത് നേരമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഹദാദ് എന്ന് പറയുന്ന ആൾ അട്ടിമറിക്കാൻ ശ്രമിക്കുക. അതായത് വിഗ്രഹാരാധന എന്ന കട്ടിയായ ദോഷം വരുത്തിവെച്ച മനുഷ്യൻ അപ്പോൾ ആഭ്യന്തരമായ കലഹത്തിലേക്ക് നീങ്ങുക. അപ്പോൾ അതെല്ലാം ദൈവം തകർത്ത് കളയുന്ന രീതിയിലേക്ക് വരിക. ഹദാദ് എന്ന് പറയുന്ന കൂട്ടക്കൊലയുടെ അവസരത്തിൽ രക്ഷപ്പെട്ട് ദാവീദിൻ്റെ പട്ടാളത്തിൻ്റെ പിടിയിൽ രക്ഷപ്പെട്ട് പോയ ഒരാളാണ്. അദ്ദേഹം പോയി രക്ഷപ്പെട്ട് ദാവീദ് മരിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചു വന്നിട്ട് എന്തായാലും ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ ആൾ ദാവീദ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരിക. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ആ തിരിച്ചു വരവ് സോളമന് ഭീഷണിയായി. സോളമൻ ദാവീദ് രാജാവ് ജീവിച്ചിരിക്കുന്ന കാലം ഭയമില്ലായിരുന്നു, പേടിക്കണ്ടായിരുന്നു. പക്ഷേ ദാവീദ് രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭക്തിയൊക്കെ അങ്ങ് പോയി. അപ്പോൾ റിബലുകൾ വളരാനായിട്ട് തുടങ്ങി.
അപ്പോൾ എന്നാ ചെയ്ത് ദൈവത്തിൻ്റെ കരം സകല അടിമകൾക്കും മോചനം നൽകുന്നതാണെന്ന്. അതായത് ഇവിടെ ഏതോം വരെ അടിച്ചമർത്തിയിട്ട് ദാവീദ് രാജാവ് രാജ്യം സുസ്ഥിരമാക്കി. പക്ഷെ അവരന്ന് ഭയപ്പെട്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടി, അവരടിമകളായിപ്പോയി. വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ ഇസ്രായേലിന് സംഭവിച്ചത്. അപ്പം അങ്ങനെ പോകുന്ന വിഭാഗവും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ ആ അടിമകൾക്ക് ദൈവം മോചനം നൽകും. അപ്പോൾ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിന് എതിരാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം എന്ന് പറയുന്നത്, എവിടെ അടിമത്തമുണ്ടോ അതിൻ്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തെ ഭയപ്പെടുന്നത്, സുവിശേഷം പ്രഘോഷിക്കുന്നതിനെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഇതങ്ങ് ചെന്നു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയുടെ വലിയ ഭയങ്കരമായ വാഴ്ച നടന്നിരുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ മറവിൽ പ്രഭുത്വം നടമാടിക്കൊണ്ട് അടിമകളായി പട്ടിണി പാവങ്ങളെ കൊണ്ട് അടിമകളെ ചെയ്യിപ്പിക്കുന്ന സാഹചര്യത്തിന് എതിരായിട്ട് സുവിശേഷം കടന്നു ചെല്ലും. സുവിശേഷം പ്രഘോഷിക്കുന്ന ശത്രുക്കളായിട്ട് മാറും. അല്ല, അവിടെ പ്രത്യേകിച്ച് മതപരിവർത്തനമൊന്നുമല്ല പ്രശ്നമായിട്ട് വരുന്നത്, നേരെ മറിച്ച് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ തകിടം മറിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോളമന് ശിക്ഷയായിട്ടാണ് ഏദോമിൻ്റെ മോചനം കടന്നു വരിക. ആലോചിച്ച് നോക്കുകയും, സ്വന്തം ജനത്തിൽ പെടാത്ത ആളുകളുടെ മോചനം കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായ സോളമന് ശിക്ഷയായിട്ടാണ് കടന്നു വരിക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഈ മോശയും ഹദാദും തമ്മിൽ വേണം നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. മോശ ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടിയ പ്രത്യേക സാഹചര്യമുണ്ട്. ഈജിപ്തിലെ ഫറവോ വിവരം അറിയുകയാണെങ്കിൽ ഈജിപ്തുകാരനെ കൊന്നു കൊഴിച്ചു മൂടി എന്ന വിവരം പുറത്തു വരികയാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈജിപ്തിൽ ഒളിച്ചോടിയിട്ടാണ് അദ്ദേഹം അങ്ങ് ആടുകളെ തീറ്റുന്നത്. ഈ ജത്രോയുടെ ആടുകളെ തീറ്റുന്ന ജോലി ഏറ്റെടുത്തുകൊണ്ട് ഒരു 40 വർഷക്കാലം, 1-2 വർഷമൊന്നുമല്ല, 40 വർഷം അരമനെ ജീവിച്ചയാൾ 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞു കൂടുന്ന സാഹചര്യം വന്നു. അത് ദൈവം തന്നെ ഒരുക്കുന്നതാണ്. ഒളിച്ചോടി അവിടെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്നയാളും അതുതന്നെ ഒളിച്ചോടുക. ഹദാദും ഒളിച്ചോടുകയാണ്. അപ്പോൾ ഫറവോയുടെ മരണശേഷം മോശ തിരിച്ചെത്തിയ പോലെ തന്നെയാണ് ദാവീദിൻ്റെ മരണശേഷം ഇദ്ദേഹം തിരിച്ചെത്തുന്നത്. അപ്പോൾ ഏദോമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഹദാദിന് മോചനം നൽകി. സോളമന് അത് ഭീഷണിയായിട്ട് മാറി. അതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ശത്രു, വളർന്നു വരുന്ന ശത്രു എന്ന് പറയുന്നയാൾ. അതുകൊണ്ട് സോളമൻ രാജവംശത്തിൽ ഉറപ്പിച്ചു വരിക. 21-ാം രാജവംശം അവിടെ അന്ന് ഈജിപ്തിലേത് തകർന്ന് അപ്പോഴത്തേക്കും ഈ സോളമനെയൊക്കെ അറിയുന്ന രാജാവും കടന്നുപോയി, അടുത്ത രാജാവ് വന്നു. ഇപ്പം നയതന്ത്രമൊക്കെ എല്ലാ കാലത്തേക്കും ഒരുപോലെ നിൽക്കില്ല. അവിടെ അധികാരം മാറുമ്പോൾ അതിന് മാറ്റം വരും. അതിന് മാറ്റമുള്ള സാഹചര്യം ഉണ്ടായി തീർന്നു. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആ രാജഭരണത്തിന് മാറ്റം വന്നപ്പോൾ ഇവിടെ നയത്തിന് മാറ്റം വരും. ഇവിടെ നമ്മുടെ രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ. ഇപ്പോൾ ഭരിക്കുന്ന ആതാക്കന്മാരോരോ രാജ്യങ്ങളിലുള്ളവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉറപ്പിച്ച് കഴിയുമ്പോൾ അതിലൊരാൾ മാറി മറ്റൊരു പാർട്ടി ആ സ്ഥാനത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ നയം നിലനിൽക്കണമെന്നില്ല, അത് മാറി മറിയാവുന്നതാണ്. ഒരു കാലത്ത് ഇസ്രായേലിന് വിരോധമായിട്ട് ഇന്ത്യ നിന്നിരുന്നു, ഇപ്പോൾ അങ്ങനെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഈ പലസ്തീനായിട്ട് വളരെ അനുകൂലമായിട്ട് ഇന്ത്യ നിന്നിരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ തരത്തിൽ പറയാൻ തുടങ്ങിയത്. പക്ഷേ പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇസ്രായേലിന് അനുകൂലമായിരുന്നു. കാരണം അവർ കണ്ടത് വേറെ ചില കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അതൊരു മതരാഷ്ട്രമായിട്ട് അവർ ധരിച്ചിരിക്കുക. വാസ്തവത്തിൽ ഇസ്രായേൽ മതരാഷ്ട്രമല്ല. മതത്തിൻ്റെ യൂനിഷ് മതത്തിൻ്റെ പേരുണ്ടെങ്കിലും മറ്റെല്ലാ വിഭാഗങ്ങളും അവിടെയുണ്ട്. മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അവർക്ക് ധാരാളം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പരാതിയുമില്ല. ക്രിസ്ത്യാനികൾ അവിടെയുണ്ട്. ഒരു 85 ലക്ഷം പേര് യൂതന്മാരുള്ളൂ. അതൊരു ജനാധിപത്യ രാജ്യമാണ്. പുറമേ പറയുന്ന യൂതരാഷ്ട്രമെന്ന് പറഞ്ഞാലും അതിനുള്ളിൽ പരിപൂർണമായ ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയും. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ രാജ്യവും ആ രാജ്യവും നയം മാറിയത് കണ്ടില്ലേ. നയം ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ട്. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ എതിർപ്പുണ്ടാകുന്നുണ്ട്. ഗാസയിൽ നടന്നുള്ള ഒരുപാട് കൂട്ടക്കൊലകളും മരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒരു സംയമനം പാലിച്ച് നിന്നില്ലേ. അത് ശക്തമായ രീതി അപലപിക്കേണ്ടതായിരുന്നില്ലേ ഇസ്രായേലിനെ. അപലപിച്ചില്ല. കാരണം ആ നയതന്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം ആ നേതാക്കന്മാരും പാർട്ടിയും മാറുന്നതനുസരിച്ച് രാജ്യങ്ങൾ തമ്മിൽ ബന്ധം മാറും. ഒരു കാലത്ത് ഇന്ത്യയുമായിട്ട് വലിയ അടുത്ത നയതന്ത്ര ബന്ധത്തിൽ ഈജിപ്ത് പോയത് നാസർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി ഇവിടെയും ഭരിക്കുമ്പോൾ അടുത്ത ബന്ധമായിരുന്നു. അതുകൊണ്ട് എന്താ ഈജിപ്തിലൊക്കെ അന്ന് നമ്മൾ മലയാളികൾ ഞങ്ങൾ ചെന്ന ഘട്ടങ്ങളിൽ അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഇന്ത്യക്കാരെന്ന് പറയാം. കാരണം ആ നയതന്ത്ര ബന്ധത്തിൻ്റെ ഫലമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നമ്മുടെ കടപ്പെട്ട രാജ്യം, നമുക്ക് സ്നേഹമുള്ള രാജ്യം എന്ന ഫീലിംഗ് സാധാരണ ജനങ്ങൾ വരെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകതയാണ്. അപ്പോൾ രണ്ടാമത്തെ വലിയ ഭയങ്കരമായ
ഒരു ശത്രുത വളർന്നു വന്ന റാംസോൺ എന്ന് പറയുന്ന ആൾ. റാംസോൺ അദ്ദേഹം എവിടെ നിന്ന് വന്നാണ്? റാസോൺ എന്ന രണ്ടാമത്തെ ശത്രു. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ അദ്ദേഹം പുറത്ത് പേടിച്ച് ദാവീദിൻ്റെ സോബ രാജാവിനെ കീഴ്പ്പെടുത്തിയപ്പോൾ, സോബ എന്ന രാജാവിനെ അവിടുത്തെ ആൾക്കാരെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പം അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ ആളാണ് ഈ റാസോൺ എന്ന് പറയുന്നത്. സോബ ജനത്തെ കൊന്നൊടുക്കിയപ്പോൾ റാസോനും ഒളിച്ചോടി. പക്ഷേ വീണ്ടും വിദേശത്തേക്ക് പോകാത്ത സ്വന്തം നാട്ടിൽ തന്നെ ഒളിപ്പോരാളിയായിട്ട് വീണ്ടും അദ്ദേഹം സംഘടിപ്പിക്കാൻ തുടങ്ങി. അത് ഒളിച്ചോടിയെങ്കിലും ദാവീദിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒളിപ്പോരാളിയായിട്ട് സംഘടിപ്പിക്കാൻ തുടങ്ങി. പലപ്പോഴും ഏറ്റവും വലിയ ബലക്ഷയം വരുന്നത് ആന്തരികമായ ശക്തികളിൽ നിന്നാണ്, ബാഹ്യശക്തികളിൽ നിന്നുമല്ല. ഏത് രാജ്യത്തും, നമ്മുടെ രാജ്യത്തിനും അത് തന്നെയാണ്. ആന്തരികമായിട്ടുള്ള ശത്രുതയിൽ നിന്നും ശക്തികളിൽ നിന്നാണ് ബലക്ഷയം കൂടുതൽ വരാൻ പോകും. അതുകൊണ്ട് നല്ല ഭരണകർത്താക്കൾ എല്ലാവരും നോക്കി നിൽക്കും, മൈനോറിറ്റിയൊക്കെ നോക്കി നിൽക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കൊണ്ട് അടച്ചങ്ങ് ആധിപത്യം ചെലുത്തി ഭരിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന മൗഢ്യമാം. ഈ രാജ്യം കൊണ്ട് ഒരു സംഘടന പ്രസ്ഥാനത്തിന് കീഴിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക എന്തൊരു മൗഢ്യമാം. അവർക്കൊന്നും ഈ രാജ്യത്തിന് കുത്തകയൊന്നുമില്ല. എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിലനിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ തകർന്നു പോകും. അപ്പോൾ സ്വന്തം നാട്ടിൽ ഒളിപ്പോരാളിയായിട്ട് വന്നയാളാണ് റാസോൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ശക്തമായ രീതി ഈ ഗറില്ല യുദ്ധം കൊണ്ട് ഡെമാസ്കസ് പിടിച്ചെടുത്തു. സോളമൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഡെമാസ്കസ് പിടിച്ചെടുത്തു. അങ്ങ് അവസാനം സ്വസ്ഥത ഇല്ലാണ്ടായി. അത് വടക്ക് ഭാഗത്താണ് നടക്കുന്നതെങ്കിൽ ഹദാദ് തെക്ക് ഭാഗത്തായിരുന്നു. അതുകൊണ്ട് ഈ തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്താണ് ഹദാദ് വന്നെങ്കിൽ തെക്ക് ഭാഗത്താണ് റാസോൺ വന്നത്. ഇപ്പോൾ രണ്ട് ശത്രുക്കൾ ഒരുപോലെ നിരന്നു വരികയും ഇനി ഒരു ശക്തിയും കൂടെ വരുന്നുണ്ട്. അതാരാണ്? ജെറോബോവാം എന്ന് പറയുന്ന ആളാണ്. ആരാ ജെറോബോവാം? നമുക്കറിയാമല്ലോ, അദ്ദേഹം സർവ്വസൈനാധിപനായിരുന്നു. അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത് ഈ അടിമകളെയെല്ലാം നിയന്ത്രിക്കാനും ഒക്കെ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തെയാണ്. ഇവിടെ സോളമൻ്റെ രാജാവിൻ്റെ പതനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം വളർന്നു കഴിഞ്ഞിരുന്നു. ജെറോബോവാം എന്ന് പറഞ്ഞ ആൾ ശക്തനായി വളർന്നു വന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് അവസരം നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് സോളമൻ്റെ പുത്രനായ റഹോബോവാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തെറ്റായ ഭരണനയം സ്വീകരിച്ചു. തെറ്റായ ഭരണനയം എന്താണ്? നേരത്തെ നമ്മൾ കണ്ടു, സോളമൻ രാജാവ് കാര്യമെല്ലാം ബൃഹത്തായ പ്രൗഢഗംഭീരമായ ദേവാലയം രാജകൊട്ടാരമൊക്കെ പണിത് പ്രശസ്തിയുടെ അങ്ങേ അറ്റത്തെത്തി ക്ഷേമരാജ്യം വരെ വന്ന് കാണുന്നൊക്കെ തരത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും സംഭവിച്ചതെന്താണ്? അടിമപ്പണി. സ്വന്തം ജനത്തെ കൊണ്ട് ഭയങ്കരമായ അടിമപ്പണി മാത്രമല്ല, അതിശക്തമായ നികുതി. ജനത്തെയിട്ട് പിഴിഞ്ഞ് ശ്വാസം മുട്ടിച്ച് വിഷമിപ്പിച്ച് അന്ന് ഈജിപ്തിൽ അനുഭവത്തിനേക്കാൾ കട്ടിയായ ഒരു അടിമ വേലയുടെ രീതിയിലേക്ക് സ്വന്തം ജനം പോയി. ദൈവം സമ്മതിക്കുമോ? അതാണോ സംഭവിച്ചത്? അപ്പോഴത്തേക്കും എതിർപ്പ് വളരാൻ തുടങ്ങി. അതിൽ നേതൃത്വം കൊടുത്തയാൾ ജെറോബോവാമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ പുത്രന് നയം വ്യക്തമാക്കി ഭരണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരായ കൗൺസിലേഴ്സ് വെച്ചു കൊടുത്ത എന്താണ് നയം? എൻ്റെ അപ്പം മുതിർന്ന കൗൺസിലേഴ്സും സോളമൻ്റെ കൗൺസിലേഴ്സും അവരോട് മകനോട് പറയും, നീ ഭരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അപ്പൻ ഈ ആളുകളെയൊക്കെ ചാട്ടുവാറുകൊണ്ട് തല്ലിക്കുമായിരുന്നു. പക്ഷേ സോളമൻ അങ്ങനെ തല്ലിപ്പിച്ചാണ് പണിയിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തല്ലിപ്പിക്കുക, നീ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ഖജനാവിൽ പണം വരുത്തിയിരുന്നത് എങ്ങനെ? ഇതുങ്ങളെ കൊണ്ട് ഭയങ്കര നികുതി ചുമത്തിയാണ്. നികുതി ചുമത്ത് മാത്രമല്ല, കൂലിയില്ലാത്ത അടിമപ്പണിയാണ്. ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നത് 10,000 ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? നീ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ രാജ്യം ഒരുമാതിരി സമ്പൽ സമൃദ്ധമാണ്, സൗകര്യം ധാരാളം ഉണ്ടായിരുന്നു. നീ ആ പാവങ്ങളെ കൊണ്ട് അമിത നികുതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവരിനി തല്ലാനും പാടില്ല എന്ന് പറഞ്ഞ ഉപദേശം തൃണമൽ കഴിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരായ കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുത്തു, രാജാവെ അവിടുന്ന് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവർക്ക് പേടി വേണം. പേടി വരണമെന്ന് എന്തുണ്ടല്ലോ അവർ തല്ലണം. അപ്പൻ ചാട്ടുകൊണ്ട് തല്ലെങ്കിൽ മുൾച്ചാട്ടുകൊണ്ട് നീ തല്ലണമെന്ന് പറഞ്ഞു. നോക്കണേ, പോയ പോക്ക് കണ്ടോ, നാശത്തിലേക്ക് പോക്ക്. ജനത്തെ തല്ലണം. ആരാ? സ്വന്തം ജനത്തെ മുൾച്ചാട്ടുകൊണ്ട് തല്ലണമെന്ന് പറയും റഹോബോവാം. ഇത് ജെറോബോവാം അവിടെ നിൽക്കാമെന്ന് ഓർക്കണേ. തന്നെയുമല്ല, നികുതി അപ്പൻ ചുമത്തിയെങ്കിൽ ഇരട്ടി നികുതി നീ ചുമത്തണം, അല്ലെങ്കിൽ ട്രഷറി കാശില്ലെങ്കിൽ രാജാവിന് എന്തിനു കൊള്ളാം. അവിടെ പണം ഇങ്ങോട്ട് ഒഴുകട്ടെ. അതുകൊണ്ട് അത് ഇരട്ടി നികുതി ചുമത്തണം. ഇതാണ് ഈ ചെറുപ്പക്കാരൻ രാജാവ് സ്വീകരിച്ച നയം. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ദിനത്തിൽ ഇതങ്ങ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഒന്നാമതേ മടുത്ത് വശം കെട്ടിക്കിടക്കുന്ന ജനമാണ്. എന്തൊരു രാജ്യഭരണം തന്നെ ഭാരമായിട്ട് വരുന്ന ഘട്ടങ്ങളിലാണ് ഇതങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും 10 ഗോത്രങ്ങൾ അങ്ങ് ഇടറി.
വടക്കൻ ഇസ്രായേലിൽ നിന്ന് പിന്നീട് പേരറിയപ്പെടുന്ന രീതിയിൽ വടക്കൻ 10 ഗോത്രങ്ങൾ കണ്ട് പണ്ടാനം തെന്നിയിട്ട് അതിന് നേതാവായി ജെറോബോവാനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ജെറോബോവാൻ ഏറ്റവും വലിയ ശത്രുവായിട്ട് കടന്നു വരിക. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇടം വളരെ ഭയങ്കരമായ രീതിയിൽ ആളുകളെ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പം സോളമൻ്റെ കാലഘട്ടത്തിൽ വെച്ച് തന്നെ. അപ്പം അതുകൊണ്ട് അഹിയ പ്രവാചകൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് മേലങ്കി അദ്ദേഹം അത് കീറിയിട്ട് പങ്കുവെച്ചിട്ട് അദ്ദേഹം അഹിയ പ്രവാചകൻ തന്നെ പറഞ്ഞു, ഇതാ നീ ഭാവി രാജാവായിത്തീരും. അത് പ്രവചനമാണ്. ഇപ്പം ദൈവത്തിൻ്റെ പ്രവചനം തന്നെയാണുള്ളത്. ഇയാൾ ആ സമയത്ത് ഈജിപ്തിലേക്ക് ഓടിച്ചു. അഹിയ പ്രവാചകൻ്റെ പ്രവചനത്തിന് മുമ്പ് തന്നെ അത് കേട്ടുകൊണ്ടത് ഈജിപ്തിലേക്ക് ഓടിച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത്. ജെറോബോവാമിൻ്റെ തിരിച്ചു വരവാണ്. അപ്പോൾ വടക്കൻ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് തീരുകയാണ്. അപ്പോൾ നേരത്തെ അഹിയ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ രാജാവായിട്ട് തീരുന്നു. അപ്പോൾ സോളമൻ്റെ മരണശേഷം 2 രാജ്യങ്ങളായി. നോക്കുക അതപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭരണ സംവിധാനവും ശാശ്വതമായി നിലനിൽക്കും എന്ന് നാം കരുതേണ്ട. നീതിബോധത്തോടും സത്യബോധത്തോടും കൂടി ഭരിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അത്രയും കാലഘട്ടങ്ങളിലേക്ക് നിൽക്കും. ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നീതി വിരുദ്ധമായിട്ട് പോകാൻ തുടങ്ങിയ 10 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയത് നമ്മുടെ രാജ്യത്തിലേക്ക് ഈ ദുഷ്ടലാക്കോടുകൂടി അടുത്ത ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ മണ്ഡലമൊക്കെ പുനർക്രമീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം എന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംവിധാനം ഏർപ്പെടുന്നത് ഒരുങ്ങിയപ്പോൾ എതിർപ്പുണ്ടായില്ലേ? ശക്തമായ എതിർപ്പുണ്ടായി. ആ എതിർപ്പിനെ വ്യാപിക്കാനാണ് സാധ്യത. അപ്പോൾ എല്ലാ കാലത്തേക്കൊന്നും ഒരു ഭരണം നിലനിൽക്കുമൊന്നുമില്ല. അത് കണ്ടാരും പേടിക്കും വേണ്ട. അതുകൊണ്ട് ചില ആൾക്കാർ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ആൾക്കാർ പറയുന്ന തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊക്കെ പറഞ്ഞ് കേട്ട് എൻ്റെ ഭയങ്കരമൊക്കെ ഈ ഭരിക്കുന്ന പാർട്ടിയെ നോക്കുക എന്നുള്ളത് ക്രൈസ്തവർക്ക് അവസാനം ഒന്നും കിട്ടുകയില്ല, പറയാം നാശമായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും പലതെന്നൊക്കെ പറയുന്നൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. ക്രൈസ്തവരെ ഇതുപോലുള്ള ഭരണ സംവിധാനത്തെയോ പാർട്ടിയോ നോക്കിയല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടാവോ? സഭ രാഷ്ട്രീയത്തിൽ ഇടപെടാറൊന്നുമില്ല, കക്ഷി രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടില്ല. പക്ഷേ സഭയിൽ പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന അജമാലകർ എന്ന് പറയുന്നവർ വെറും പുരോഹിതർ മാത്രമല്ല, പൂജാരികൾ മാത്രമൊന്നുമില്ല. അവർ നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങളുണ്ട്. പ്രവാചകവരം അവർക്കുണ്ട്, രാജീയപരമുണ്ട്, നയിക്കാനുള്ള കഴിവ്. ഈ 3 കാര്യം ഉൾച്ചേരുന്നതാണ് ഇവിടുത്തെ സഭയുടെ പൗരോഹിത്യം എന്ന് പറയുന്നത്. മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തി വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്ന ആൾക്കാരില്ലേ? പക്ഷേ കഠിനമായ ഭാഷ, ശക്തമായ ഭാഷ അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചില്ലേ? എന്തിനാ? അതായത് രക്തരൂക്ഷത വിപ്ലവം നടക്കുമ്പോൾ പാപ്പ അത് പറഞ്ഞിരിക്കണം. അത് പാപ്പായുടെ ദൗത്യമാണ്. അത് ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിനെതിരെ എന്തെല്ലാം ശബ്ദം ഉയർന്നു കഴിഞ്ഞു. പാപ്പ എന്തിനാ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു? രാഷ്ട്രീയം ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ ചില മാന്യന്മാർ പോലും പറയാം, പണ്ട് കാലങ്ങളിൽ സഭയുടെ കയ്യിൽ ഇരുന്നതാണ് യൂണിവേഴ്സിറ്റികളൊക്കെ. ആ യൂണിവേഴ്സിറ്റികളെയൊക്കെ സെക്യുലറായിട്ട് മാറ്റിവിട്ടത് ഈ സഭ തന്നെയാണ്. അങ്ങനെ ഈ രാജ്യവും അതുപോലെ തന്നെ മതവും രണ്ടായിട്ട് കൊണ്ടുവന്നത് തന്നെ ഈ സഭ തന്നെയാണ്. പിന്നെ എന്തിനാ വീണ്ടും ഇതിനകത്ത് ഇടപെടുന്നൊക്കെ ചോദിക്കുമ്പോൾ, ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത്, അനീതി കുത്തിവാഴുന്നിടത്ത് ദൈവദത്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആര് പേടിച്ചാലും എനിക്ക് ഭയമില്ലെന്ന് പറയുന്നത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയമില്ലായിരുന്നു. വേറെ ചിലർ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ആക്കിയത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. കാരണം അമേരിക്കൻ സിറ്റിസൺ അദ്ദേഹം. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈ എടുത്തുകൊണ്ടാണ് മാർപ്പാപ്പ ആ സ്ഥാനത്തെത്തിയെന്ന് പറയാം. എന്തൊരു മൗട്ടിയാണ്! സഭയെക്കുറിച്ച് എന്തറിയാൻ വേണ്ടി പറയും? അപ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബുകളിലൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നാമൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ദൈവത്തിൻ്റെ സഭയാണ്. എത്രയോ നൂറ്റാണ്ടിൽ 2000 വർഷമായി നിലനിൽക്കുന്നില്ലേ? അതിനിടെ എന്തുമാത്രം സംവിധാനങ്ങൾ കടന്നുപോയി, എന്തുമാത്രം ഭരണകൂടങ്ങൾ കടന്നുപോയി. എന്തിയേലും വെല്ലുവിളിയെ നേരിട്ടു, ഇന്ത്യയിലെ ഫിലോസഫി നേരിട്ടു, നിരീശ്വരന്മാർ കടന്നൊന്നുമില്ല. വോൾട്ടേറിനെ പോലെയുള്ളവർ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പറഞ്ഞില്ലേ, യേശു എന്ന നാമം ഇവിടെ ഈ ഭൂമുഖത്തന്നെ അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ബൈബിൾ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായില്ല, ആരും കാണുക, അത് മുഴുവൻ കത്തിച്ച് പോകും, മുഴുവൻ കളഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആളിൻ്റെ വീട് ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിയാണ് നടത്തുന്നത്. വീടെടുത്തിട്ട് ബൈബിൾ സൊസൈറ്റി നടത്തുക. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ക്ഷണികമായ ജീവിതത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ യുക്തിയും ബുദ്ധിയും വലിയ ആനയാണെന്ന് പറഞ്ഞ് പ്രഘോഷിക്കേണ്ട കാര്യങ്ങളെ കൊണ്ടൊന്നും വിശ്വാസികൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിനെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് മർദ്ദക ഭരണകൂടത്തെ പ്രവാചക ധീരതയോടുകൂടി ശക്തമായ രീതിയിൽ അവരുടെ ധീരമായ രീതിയിൽ വിമർശിക്കുന്നതാണ് ഈ അഹിയ പ്രവാചകൻ. വാസ്തവത്തിൽ അട്ടിമറിയല്ലേ നടത്തിയ അദ്ദേഹം. അഹിയ പ്രവാചകൻ്റെ പ്രവചനം വഴിയായിട്ടാണ് ഈ ജെറോബോവാം രാജാവായിട്ട് വരികയും അവിടെ അട്ടിമറി ഉണ്ടായില്ലേ?
രാജ്യം രണ്ടായി പിറന്നില്ലേ. അപ്പോൾ അനീതിക്കെതിരെയുള്ള അതിശക്തമായ, അപ്പോൾ അതും നമ്മുടെ ഇടയിലാണെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കാം. ഈ അധർമ്മം നൽകുന്നത് മധ്യതല വിഭാഗത്തെ തഴയുക. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇടമലക്കുടി നമുക്ക് തൊട്ടടുത്ത നമ്മുടെ രാജ്യത്ത് തന്നെയല്ലേ, ഇടുക്കി അടുത്തുള്ള സ്ഥലമല്ലേ, മനുഷ്യൻ കടന്നു ചെല്ലാൻ ഒരു വനത്തിനകത്തൂടെ 10-15 ഏക്കർ നടന്നുകൊണ്ട് അവിടെ എത്താനായിരുന്നു. മനുഷ്യൻ അവിടെ ചെന്നാൽ എന്നൊരവസ്ഥ ഇന്നും ഇപ്പോൾ അവിടെ കിടക്കുക, അണ്ടർ ഡെവലപ്ഡായിട്ട്. അവിടെ കിടക്കുന്ന വോട്ട് മാത്രം മതി ഇവർക്ക്. പക്ഷേ എന്താ സംഭവിച്ചത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 60 ടൺ അരി അവർക്ക് റേഷനായിട്ട് കിട്ടേണ്ടതാണ്, ഏതിലേ പോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ജോലിന് ചെയ്യാൻ കഴിവില്ലാത്തവരാണെന്ന് കണ്ടുകൊണ്ട് ഇടനിലക്കാരെ തട്ടിയെന്നുള്ളതിന് അർത്ഥമാക്കുന്നതാണ്. പക്ഷേ അത് നിൽക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള നിലപാടുകൾ ദൈവം തകർക്കും എന്നുള്ള പ്രവാചക ശബ്ദം അവിടെ ഉയരേണ്ടതാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പായുടെ ശബ്ദം ഉയർന്നത്. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. സഭയ്ക്കൊരു മൗലികമായ ദൗത്യമുണ്ട്, അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്താനായി. ഇവിടെ നമ്മൾ പല ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ, വലിയ വായിൽ ചിലപ്പം പറയുമ്പം, സഭയല്ല അവിടെ തകർന്നിരിക്കും, ഇവിടെ തകർന്നിരിക്കും, സഭയ്ക്കും രക്ഷയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. സഭ ഈ മനുഷ്യൻ്റെ കരങ്ങളിലൊന്നുമല്ല നിൽക്കും. സഭ കർത്താവിൻ്റെ കരങ്ങളില്ല. കർത്താവ് പരമേൽപ്പിച്ച ആളുകൾ, ആ വ്യക്തികളെ ബലപ്പെടുത്തുന്ന കർത്താവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നാമൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ എന്ന കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട. അപ്പോൾ അഹിയ പ്രവാചകനെ പോലെ സഭയും രാഷ്ട്രീയമുള്ള വിഷയം വരുമ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി ചർച്ച നമ്മുടെ ആളുകളിലേക്ക് കടന്നു വരും. എന്തിനാ ഇങ്ങനെ വൈദികരൊക്കെ അഭിപ്രായം പറയുന്നത്? വൈദികർ ഇവിടുത്തെ പൗരന്മാരല്ലേ, അല്ലേ? അഭിപ്രായം പറയാൻ പറ്റില്ലേ? ഒരു മെത്രാനിച്ചൻ പറയുന്നത് കേട്ടില്ലേ? ഇത് രഹസ്യമായിട്ടൊന്നുമില്ല, പരസ്യമായിട്ട് തന്നെ പറയേണ്ടതായിരുന്നു, പറഞ്ഞു കേട്ടില്ലേ? എന്നിട്ടോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കാണുന്ന കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ചെന്ന് ചാടുന്നത് മാത്രമേ ഉള്ളൂ വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും. ഒരു പാർലമെൻ്ററി പാർട്ടി ദൗത്യമായിട്ട് നടക്കേണ്ട കാര്യം ഉണ്ടായില്ല. എല്ലാ പാർട്ടികളും ഒരുപോലെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, നന്മയെ പ്രോത്സാഹിപ്പിക്കും. തിന്മയെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും പറയേണ്ടത് പറയും. പറയാനുള്ള ധൈര്യമാണ് ആർജിച്ചെടുക്കേണ്ടത്, പറയാതിരിക്കുന്നതാണ് തെറ്റ്. അധർമ്മം നടക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള ചുമതലയുള്ളവർ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലോ അധർമ്മം കൊലം കുത്തി വാഴില്ലേ. അപ്പം അതുകൊണ്ട് സഭയും രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിൽ അധർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വിരൽ ചൂണ്ടരുത് എന്ന് പറയുന്നത് അതാണ് അധർമ്മം, അത് തെറ്റാം. അതേസമയത്ത് കക്ഷി രാഷ്ട്രീയത്തിൽ ചെന്ന് ചാടാനും പാടില്ല. പ്രത്യേക ഒരു പാർട്ടിയെ എടുത്തു വെച്ച് വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ അംഗമായിട്ട് രീതിയിൽ പോകുന്നു സഭയ്ക്ക് യോഗ്യമായ രീതിയിൽ അങ്ങനെ ഒരു സഭ ചെയ്യാറുമില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ നന്മയാണ് സഭയെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലായിടത്തും കണ്ടില്ലേ, നേരത്തെ കണ്ടല്ലേ ഏലിയായും എലീഷയൊക്കെ ചെയ്തെന്താ? ഏലിയ പ്രവചനം എന്തായത്? അതിനപ്പുറം ഇവിടെ രാഷ്ട്രീയത്തെ ഇടപെടലിരിക്കുന്നത്. ഏലിയ പ്രവചനം നേരിട്ട് രാജാവിൻ്റെ അടുത്തെന്ന് പറഞ്ഞില്ലേ, 3 വർഷത്തേക്ക് മഴ പെയ്യലെന്ന് പറഞ്ഞില്ലേ? താങ്കളുടെ ഈ ഭയങ്കരമായ അധർമ്മത്തിൻ്റെ ഫലമായ ദൈവത്തിൻ്റെ ശിക്ഷയുണ്ടാകും. അദ്ദേഹം പ്രവചിച്ച പോലെ നടന്നില്ലേ? അവസാനം എങ്ങനെയും അല്പം വെള്ളം കിട്ടാൻ വേണ്ടി അതിന് മുമ്പ് കേണില്ലേ? അവസാനം ബലിയർപ്പിക്കാൻ ഈ പുരോഹിതന്മാരെല്ലാം വിളിച്ചോളാൻ പറഞ്ഞു. വിഗ്രഹാരാധനെല്ലാം വിളിച്ചു വരുത്തി കർമ്മം ഞാനത് റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ എന്താ അത് ഇടപെറ്റത് എന്താണ്? ആ ഒരു രാജ്യം മുഴുവൻ ഈ പറയുന്ന രാജാവിൻ്റെ രാജ്ഞിയുടെ, ജെസബേൽ രാജ്ഞിയുടെ, ആഹാബ് രാജാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നട്ടുവാർത്തപ്പെട്ടിരുന്ന ദൈവരാജ്യത്തിൻ്റെ മക്കളായ യഹോവയുടെ മക്കളായ ഇസ്രായേലിലെ വിശ്വാസം കളഞ്ഞു കുളിച്ച് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം അയച്ച പ്രവാചകനാണ്. അദ്ദേഹം രാജാവിനും രാഷ്ട്രത്തിനും എതിരായിട്ട് തന്നെ സംസാരിച്ച് അവസാനം അതുപോലെ തന്നെ അത് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം ഇപ്പം അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 40 വർഷം ഭരിച്ചു പിതാവായ ദാവീദിനെ പോലെ സോളമനും. അവസാനം ഇദ്ദേഹവും ഭരിക്കുക. പക്ഷേ മരണത്തോടു കൂടി എന്നാ സംഭവിക്കുന്നത്? തകർച്ചയാണ് ആരംഭിക്കുന്നത്. ആ തകർച്ച മൂർധന്യത്തിലെത്തുന്നതാണ് നമ്മൾ പിന്നീട് കാണാൻ പോയത് ജെറോബോവാമിൻ്റെ കാലഘട്ടങ്ങളിൽ. അപ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തിനും അസാധാരണമായ കൃപകൾക്കും പാത്രീഭൂതമായ വ്യക്തിയാണെങ്കിൽ പോലും വിശ്വാസത്തിൽ വ്യതിചലിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശിക്ഷയുണ്ടാകും. തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു രാജാവിൻ്റെ പുത്രൻ, നിൻ്റെ ഔരസപുത്രൻ ഈ ദേവാലയം പണിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൽപ്പിച്ചറിയ പുത്രൻ, അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ പ്രാർത്ഥനയൊക്കെ ദീർഘിപ്പിച്ച് ജനത്തിന് മാതൃക കാട്ടിയ ഒരു പുത്രൻ, അദ്ദേഹത്തിൻ്റെ എന്തോ മാനുഷികമായ ബലഹീനതയുടെ ഫലമായല്ലേ ഭൗതികമായ ചിന്തകളുടെ തെറ്റായ വിടവും രാജ്യതന്ത്ര ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വിഗ്രഹാരാധന മക്കളെ കല്യാണം കഴിച്ച് രാജ്യത്തിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവരിക മാത്രമല്ല, ജനം മുഴുവൻ വിഗ്രഹത്തിലേക്ക് പോവുകയും അവിടെ നരബലി വരെ നടക്കുന്ന സാഹചര്യത്തിൽ തമ്പുരാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ട് 40 വർഷം അദ്ദേഹം ഭരിച്ചു. അദ്ദേഹം അങ്ങ് മരിച്ചു. പക്ഷേ അതോടുകൂടി
രാജ്യം തകർച്ചയിലേക്ക് പോയി. അത് ദൈവം തന്നെ പറഞ്ഞു, നിൻ്റെ അപ്പനെ ഓർത്തതിൽ ഞാൻ രാജ്യം തിരിച്ചെടുക്കില്ല, പക്ഷേ നിൻ്റെ പുത്രനിൽ ഞാൻ രാജ്യം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ അതേപടി അക്ഷരാർത്ഥത്തിൽ നിറവേറിയതാണ്. റഹോബോൻ്റെ രാജ്യ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഇല്ലാണ്ടായി. വടക്കൻ ഇസ്രായേലുണ്ടായി. യൂദായും ബെഞ്ചമിനും കൂടി മറ്റൊരു രാജ്യമായി ജെറൂസലേം കേന്ദ്രീകരിച്ച് അത് വളരുന്നു. പിന്നെ അവർ രണ്ടുപേരും ശത്രുക്കളായിട്ട് വരുന്ന ചരിത്രം നമ്മൾ പിന്നീട് കാണുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞ ഈ പറയുന്ന രാജാവ്, ഈ സോളമൻ രാജാവെന്ന് പറയാൻ വായിൽ സ്വർണ്ണക്കരണ്ടിയോടുകൂടി പിറന്നവനായിരുന്നു. അത്രയ്ക്ക് നല്ല സന്തുഷ്ടമായ സുരക്ഷിതമായ സാഹചര്യത്തെ കടന്നു വന്നത്. മഹാസാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു. സമൃദ്ധിയുടെ നടുവിലായിരുന്നു. കോട്ടക സുസജ്ജമായിരുന്നു രാജ്യം. അത്രയും സംരക്ഷണം ഉണ്ടായിരുന്നു. അതുപോലെ മാത്രമല്ല, ദേവാലയം എന്ന് പറയുമ്പോൾ ജെറൂസലേം കേന്ദ്രീകൃതമായി, ആ മതകേന്ദ്രീകൃതമാക്കി മാറി. പക്ഷേ അവിടെ ഭവിഷ്യത്തുകളുണ്ടായി. അവിടെ ബലിയർപ്പണത്തിൻ്റെ രീതികളങ്ങ് മാറി. അനുഷ്ഠാനപ്രദമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് വളർന്നു. വലിയ നമ്പറുകൾക്ക് ബലിയർപ്പണം. ആ ബലിയർപ്പണത്തിലൂടെ തന്നെ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും പണം ഉണ്ടാക്കാനുള്ള മാർഗവുമായിട്ട് ദേവാലയം അധപ്പതിക്കുന്ന നാം കാണുന്നു. കർത്താവിൻ്റെ കാലഘട്ടം വന്നപ്പോഴത്തേക്കും അത് മൂർധന്യത്തിലായി. ഇതിപ്പോൾ ഇവിടെ ബാബിലോൺ അടിമത്തം വരെ അങ്ങ് പോയി. ബാബിലോൺ അടിമത്തം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവാലയം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവിടെ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ബാബിലോൺ ചക്രവർത്തി ഇവരെല്ലാം കെട്ടിച്ച് കൊണ്ടുപോയതിന് പ്രധാന കാരണം എന്താ? ജെറൂസലേം ദേവാലയം അവിടെ രാജ്യത്തിൻ്റെ പ്രൗഢിയായിരുന്നു. മനോഹരമായ രാജ്യം, അന്തസ്സിനും അഭിമാനമായിരുന്നു, സന്തോഷമായ ജനത്തിന്, ദൈവസാന്നിധ്യത്തിന് അവർ കിട്ടിയിരുന്ന. പക്ഷേ അവിടെ ദൈവപ്രമാണങ്ങളെ മാറ്റിവെച്ചു. ഇതാണ് പറ്റിപ്പോയത്. അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണം തുടങ്ങി. അനുഷ്ഠാനപ്രധാനമായിട്ടും നമുക്ക് വരാവുന്ന ഏറ്റവും ഒരു ആപത്താണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും അനുഷ്ഠാനങ്ങൾ ധാരാളം നമുക്കുണ്ട്. അതല്ലേ നമുക്ക് കാണുന്ന ദേവാലയത്തിനനുബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, തിരുനാളുകൾ, നോവേനകൾ, അതുപോലെ മറ്റനുഷ്ഠാനങ്ങൾ, ബലിയർപ്പണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഭയങ്കരമായി തിരുനാളുകളുടെ മോടി വളർത്തിക്കൊണ്ട് എവിടെ ചെന്ന് അവസാനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രൗഢിയുടെ ആവിഷ്കാരമായി തിരുനാൾ മാറിയപ്പോൾ ദൈവപ്രമാണങ്ങൾ എവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാന സംഗതി. അന്ന് ദൈവപ്രമാണങ്ങൾ 10 കൽപ്പനയായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈശോ എന്ന് പറയുന്ന രക്ഷകനെ പ്രഘോഷിക്കുന്ന വഴി എവിടെ പോയി കിടക്കുന്നു? ഈശോ നമ്മുടെ മുമ്പിൽ വെച്ച് തന്ന ഞാൻ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞ സ്നേഹത്തോടെ പോയി കിടക്കുന്നു. അവിടെ കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്ന കരുണ പ്രവാഹയോടെ പോയി കിടക്കുന്നു. അവിടെ പാവപ്പെട്ടവനെയും പീഡിതനെയും ദുർബലനെയും അവനെ സുഖപ്പെടുത്തുകയും അവന് വഴി സഹായിക്കുകയും ചെയ്യുന്ന സ്വഭാവം അവിടെ പോയി നമ്മുടെ ഇടവുകളെടുത്ത് നോക്കിക്കുകയും. എന്തിനാ പ്രാധാന്യം? ആരാധനക്രമമാണ് അനുഷ്ഠാനത്തിൻ്റെ പരമ ദിശയിൽ നിൽക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവദത്തമായ ആരാധനാക്രമമാണ്. പക്ഷേ അത് ചെന്ന് എത്തി നിൽക്കേണ്ടത് എവിടെയാണ്? ജീവകാരുണ്യ പ്രവർത്തനത്തിലാണ്. ദിവ്യകാരുണ്യം ജീവകാരുണ്യത്തിലേക്ക് വരേണ്ടതാണ്. പല ഇടവകളിലും ഇത് സംഭവിക്കുന്നില്ല. ജീവകാരുണ്യം എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് വിൻസെൻ്റ് പോളുകാരെ ഏൽപ്പിച്ചിരിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ വേറെ ആരും ഇവരെ ആരും ഏൽപ്പിക്കേണ്ടതല്ലത്. ഒരു ഇടവകയുടെ ജീവനിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ സ്നേഹമാണ്. അല്ലെങ്കിൽ കർത്താവ് എന്ത് പറയും? ഞാൻ നിങ്ങളെ അറിയില്ലെന്ന് പറയല്ലേ. നമ്മളിങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലെ കർത്താവ് സംസാരിച്ച് അവിടെ ചെന്ന് പറയും കർത്താവിന്, അയ്യോ നിൻ്റെ നാമത്തിൽ ഞങ്ങളെ അറിയലേ, ഞങ്ങളല്ലേ നിൻ്റെ നാമത്തിൽ പ്രസംഗിച്ച് നടന്നത്, ഞങ്ങളല്ലേ രോഗം സുഖമാക്കിയത്, ഞങ്ങളല്ലേ നിൻ്റെ നാമത്തിൽ അത്ഭുതം പറഞ്ഞത്. കർത്താവിന് ഒരു നിമിഷം മൗനം എന്നിട്ട് നേരെ മൂത്ത് നോക്കി പറയും, എൻ്റെ പിതാവിനെ ശപിക്കപ്പെട്ടവർ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറയുമ്പോൾ പെട്ടുപോകുന്ന ആരാ? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് നടന്നു. കർത്താവിനെ അറിയണമെങ്കിലേ ഈ പാപങ്ങളുടെ മുഖത്ത് കർത്താവിനെ കാണണമായിരുന്നു. മദർ തെരേസയെ പോലെ അവരെ ആഞ്ഞുപുലുകി അവരെ എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടവുകളിലൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നു. മറ്റ് പലരും നല്ല ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കാശ് കൊടുത്ത് പഠിക്കുന്നുവെങ്കിൽ ഭയങ്കരമായ നിവൃത്തികേടിന് ഫലമായിട്ട് പഠിക്കാൻ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ പഠിക്കാൻ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ പഠിച്ച് IAS എടുക്കുമാകുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലില്ലേ? ആരാന്ന് തിരിഞ്ഞു നോക്കുന്നത്? ഇടവകയുടെ ദൗത്യമാണ് എന്ന് ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഒരു ഇടവകയുടെ ദൗത്യമാണ് ഇടവകയിൽപ്പെട്ട ഇരുതുതലില്ല ദരിദ്രരായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, അവർ ബുദ്ധിയുള്ളവരെ അവർ ഇടവകയുടെ ചെലവിൽ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കണമെന്ന്. അല്ലെങ്കിൽ പിന്നെ എന്താ ആരാധനക്രമമായത്? അപ്പോൾ ആരാധനക്രമം അനുഷ്ഠാനവും പാലിക്കുകയും കർത്താവിൻ്റെ പ്രമാണം നിരസിക്കുകയും ചെയ്യുന്നിടത്ത് ശിക്ഷയുണ്ടാകുന്ന ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം വലിയ കാര്യത്തിൽ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ദേവാലയത്തിൽ കേന്ദ്രീകരിച്ച് എന്തെല്ലാം ഉണ്ടാകുന്നത്? ഇപ്പോൾ AC ഓഡിറ്റോറിയത്തിന് ഭയങ്കര പ്രമമാണ്. എല്ലായിടത്തും AC ഓഡിറ്റോറിയം ഉണ്ടാകും. AC ഓഡിറ്റോറിയത്തിലേക്ക് ഭയങ്കരമായ വരുമാനം.
AC ഓഡിറ്റോറിയത്തിലേക്ക് 1,400,000 1,50,000 രൂപയൊക്കെയാണ് ഫീസ് വരുന്ന ഒരു പരിപാടിക്ക്. അങ്ങനെ ഒരു വർഷം 100-100 അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പണം വരുന്ന മനുഷ്യൻ്റെ ദാഹമതല്ലേ. അതുകൊണ്ട് എല്ലാ പള്ളികളിലും AC ഓഡിറ്റോറിയം ഉണ്ടാക്കാറ് ഭ്രമമല്ലേ. വേണ്ടാന്നൊന്നും പറയുന്നില്ല, വേണ്ടതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതുകൂടെ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായി. നിൻ്റെ ഇടവകയിൽപ്പെട്ട ബിലോ പോവർട്ടി ലൈനിൽപ്പെട്ട സർവ്വ കുടുംബങ്ങളെ കണക്കെടുത്തിരിക്കണം. ഓരോ ഇടവകയാരുടെയും ചുമതലയാണ് ആ ബിലോ പോവർട്ടി ലൈനിൽപ്പെട്ട ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും യുവതിയുവാക്കളും ആ കുഞ്ഞുങ്ങളെ പഠനം എങ്ങനെ പോകുമെന്ന് അന്വേഷിക്കാൻ കഴിയണം. അന്വേഷിക്കുക മാത്രമല്ല, പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിക്കണം. പള്ളിയിൽ നിന്ന് പണം മുടക്കി തന്നെ പഠിപ്പിക്കണം. ഇത് സഭയുടെ ദൗത്യമാണ്. ആ പാവപ്പെട്ട കുടുംബങ്ങളെ പെൺകുട്ടി വളർന്നു നിന്നാൽ കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട കുടുംബനാഥം കിടന്ന് കണ്ണീര് ഒഴിക്കുമ്പം ഒരു കൈ ഒന്ന് നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ചിലവിൻ്റെ മൂന്നിലൊന്നെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ? അവന് വളരെ സന്തോഷത്തോടുകൂടി ആ കൊച്ചിനെ കെട്ടിച്ചുവിടുക മാത്രമല്ല, അതിൻ്റെ ഐശ്വര്യമായി ഇടവകയിൽ നിൽക്കില്ലേ? ഐശ്വര്യപ്രദമായ സമൂഹമായിട്ട് മാറില്ലേ? അവൻ്റെ നിലവിളി ദൈവത്തിൻ്റെ വക്കലെത്തില്ലേ? അങ്ങനെ അവൻ്റെ സന്തോഷവും ഇടവിലേക്ക് പകരില്ലേ? ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ അന്നത്തെ പോലെ ജെറുസലേം ദേവാലയത്തെ പോലെ അനുഷ്ഠാനപ്രദമായി അന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ നമുക്ക് തന്നെ അറിയാമല്ലോ. ഊനമറ്റ മൃഗത്തെ ബലിയർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ മൃഗങ്ങളുമായിട്ട് വരും ബലിയർപ്പിക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രധാനാചാര്യരുടെ ആൾക്കാർക്കാണ് ഇതിൻ്റെ പണമെല്ലാം സമ്പാദന ചുമതല. അവരെന്ത് ചെയ്യുന്നു? ഒരു പശുക്കിടാവിനെ കൊണ്ട് വരുന്നു, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് വരുന്നു കൊണ്ട് നോക്കിയിട്ട് നോക്കിയിരിക്കും, അയ്യോ ഇത് ഊനമറ്റതല്ലല്ലോ, ഞാൻ കുഴപ്പം നമുക്ക് മാറ്റി നിർത്തിയിട്ട് അവർ അങ്ങോട്ട് സപ്ലൈ ചെയ്യും. ആ സപ്ലൈന് വലിയ വില ഇങ്ങോട്ട് മേടിക്കും. എന്നിട്ട് മാറ്റി നിർത്തുന്നതിനെ അവർ വേറൊരു സംരക്ഷിക്കും. അതേ മൃഗത്തെ തന്നെ ഊനമറ്റാന്ന് പറഞ്ഞാൽ അവർ വീണ്ടും കൊടുക്കും. ഇതുകൊണ്ടാണ് ചാട്ടുവാറെടുത്ത കർത്താവ്. ചാട്ടുവാറെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാ? ഈ ഭയങ്കരമായ അനീതിയ. അങ്ങനെ മനുഷ്യനെ വിട്ട് പിഴിയുന്ന ഭയങ്കരമായ അനീതി ബലിയർപ്പണത്ത് വരുന്നവരെ എന്ന് ഭയങ്കരമായ രീതിയിലാണ് പിഴിഞ്ഞിരുന്നത്. അതങ്ങോട്ട് കർത്താവിൻ്റെ ഘട്ടങ്ങൾ സംഭവിച്ച് ഇത് ബാബിലോൺ അടിവന്നതിന് മുമ്പാണ്. എങ്കിലും നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിയുമ്പോഴും നമ്മുടെ ഇടവകളിൽ ഈ പ്രലോഭനങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇടവകയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ഇടവയുടെ അക്കൗണ്ട് വർദ്ധിപ്പിച്ചെടുക്കുക, ഇടവയുടെ വരുമാനമാക്കുന്നുള്ള മാർഗ്ഗമൊക്കെ നല്ലത് തന്നെയാണ്. ഇടവയുടെ വരുമാനം നോക്കുന്ന വാക്കുകൾക്ക് നല്ലത് തന്നെയാണ് ശാശ്വതമായി നിൽക്കാൻ വേണ്ടി. പക്ഷേ ഇത് അവഗണിച്ചുകൊണ്ടാകാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ട. അന്തർദേശീയ പ്രശസ്തി ഉണ്ടായിരുന്നയാളാണ് സോളമൻ രാജാവ്. അവസാനം തകർന്നു പോയില്ലേ? അപ്പോൾ ഭയങ്കരമായ ദോഷഫലങ്ങളല്ലേ അദ്ദേഹത്തിൻ്റെ ഭരണഫലമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു, ഗോത്രത്തെ തന്നെ അവർ ഇടിച്ച് തകർത്തില്ലേ അദ്ദേഹം. സഭയുടെ സംവിധാനം തകർത്തുകളി. അതിന് പകരം പ്രവിശ്യകളാക്കി മാറ്റി. ഗോത്രത്തലവന്മാർ ഒന്നിച്ചേർന്ന് കൂട്ടം കൂടി അഭിപ്രായം പറഞ്ഞതനുസരിച്ച് രാജ്യം പോകേണ്ടതായിരുന്നു. അവരുടെ അഭിപ്രായം തരാം. അതുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വന്തമായ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപതിയായിട്ട് മാറി. ഇത് നമുക്ക് സംഭവിക്കാവുന്നതാണ്. ഇത് സഭയിൽ സംഭവിക്കാം. ഒരു ഇടവ വികാരി ഏകാധിപതിയായപ്പോൾ എന്നാ ചെയ്യാനാ? സാധാരണ ജനം എന്ത് ചെയ്തു? കേൾക്കാനെല്ലാം ഓർത്തിയില്ല, തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് സഹിക്കും. പക്ഷേ സഹിക്കുമ്പോൾ ഓർത്തു വേണം, തകരാൻ പോകുന്നത് അവിടുത്തെ പൗരോഹിത്യമായിരിക്കും, തകരാൻ പോകുന്നത് അവിടുത്തെ ജനമായിരിക്കും, അത് വരാൻ പോകുന്ന ഭാവിക്ക് തലമുറയാകും, ഭവിഷ്യത്തുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായ രീതിയിൽ നാം ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സോളമൻ രാജാവ് ദാവീദ് കാലഘട്ടത്തെ ആ നയത്തിന് മാറ്റം വരുത്തി പ്രവേശികളായിട്ട് മാറ്റി. അത് വലിയ അപകടമായിട്ട് തീരുക. അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലേക്ക് കടന്നു വരിക. അപ്പോൾ ജനത്തിന് ഒരു അവകാശമില്ലാത്ത രീതിയിൽ രാജഭരണം വന്നു. അതിലിപ്പോൾ ഇന്നും നമ്മൾ രാജ്യത്ത് നടക്കുന്നത് എന്താ? ഒരു മുഖ്യമന്ത്രി നടന്നുകൊണ്ട് പോകുന്നത് അത്ര വണ്ടികളുടെ അകമ്പടിയാണ്, 40 കാറുകളാകും. ആരെ സെക്യൂരിറ്റി, എന്തൊരു സെക്യൂരിറ്റി ആയിരുന്നു? ഈ മനുഷ്യനെ കൊല്ലാൻ ആരിവിടെ കേരളത്തിൽ നിൽക്കും? എന്തിന് പണം അത് ഉപയോഗം ചെയ്യണം? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇതൊക്കെ തിരിച്ചടിക്കില്ലേ? കർത്താവിനെ തിരിച്ചടിക്കും. നമ്മളാരൊന്നും ചെയ്യേണ്ട, കർത്താവിനെ തിരിച്ചടിക്കും. ഇതൊക്കെ തെറ്റാന്നറിയാൻ പാടില്ലേ? ഇവിടെ കിടന്ന് നട്ടം തിരികെ പാവപ്പെട്ടവന് കണ്ണീരൊഴുക്കുക, അവൻ്റെ കരമടയ്ക്കാൻ നിവൃത്തിയില്ല, അവൻ്റെ വിദ്യുച്ഛക്തിയുടെ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ല, അവനാപ്പാട് കിടന്ന് വെള്ളം കുടിക്കുന്നതാണ് ഇവിടെ. അന്നേരത്തെ ഭരണകർത്താവ് ഇങ്ങനെ ഭയങ്കര ആർഭാടമായി കോടികൾ മുടക്കിക്കൊണ്ട് ഒരു യാത്രയ്ക്ക് എത്ര കോടികളാണ് ഹെലികോപ്റ്ററിലൊക്കെയുള്ള യാത്ര ചെയ്യും. ഏത് രാജ്യത്താണ്? വിദ്യാഭ്യാസമായ രാജ്യത്ത്. അപ്പോൾ ഇതൊക്കെ ഇന്നും തന്നെ ആവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിർബന്ധിതമായ സൈനിക സേവനം നടത്തിയിരുന്നു. എന്തിനാ? പണം കൊടുക്കാതെ ജോലി ചെയ്യാൻ വേണ്ടി. സോളമൻ രാജാവ് നിർബന്ധിതമായ സൈനികം. അപ്പോൾ ഉച്ചനീചത്വം അങ്ങ് വളർന്നു. ഉച്ചനീചത്വം വളർന്നു എങ്ങനെയാണ്? ഏകാധിപതിയുടെ കുറേ പേര് കൂടും, അവർ സമ്പന്നരായിട്ട് തീരും. അപ്പോൾ സമ്പന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. പൊതുജനം എന്ന് പറയുന്ന ദരിദ്ര കുട്ടികളുടെ ദാരിദ്ര്യത്തിലേക്ക് അടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അന്ന് കർഷകന്മാരുടെ ഇടയന്മാരുടെ നാടായിരുന്നു ഈ രാജ്യം. അതങ്ങ് പ്രത്യേകം മാറിയിട്ട് വ്യവസായികളെ മാറി നമ്മുടെ രാജ്യത്ത് വരുന്ന പോലെ. അംബാനി അദാനിയല്ലേ ഇപ്പം പ്രധാനപ്പെട്ട ആൾക്കാർ.
അതുകൊണ്ട് ചെറിയ കുറേ ആൾക്കാരുടെ കയ്യിലെ പണം ഇരിക്കുന്നു, രാജ്യത്തിൻ്റെ ധനം സമ്പത്ത് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ക്യാമ്പ് പറഞ്ഞ് നടന്നില്ലേ. ഇപ്പോൾ ഉടനെ 3-ാം സ്ഥാനത്ത് എത്തുമെന്ന് പറയും. ഇപ്പോൾ എന്ത് പറ്റി? 6-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഹങ്കാരവും കൊള്ളുകയില്ല. അതായത് ഗാന്ധിജി പറഞ്ഞത് ഈ ഒരു രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് ആശ്വാസം കിട്ടുന്ന രീതിയിൽ വേണം നീ നിയമനിർമ്മാണം നടത്താൻ. നിൻ്റെ ലക്ഷ്യം അതായിരിക്കുന്നത് ഗാന്ധിജി പറഞ്ഞില്ലേ. അതാണ് ലക്ഷ്യം. അത് ലക്ഷ്യം വയ്ക്കാതെ സമ്പദ് വ്യവസ്ഥയും മാത്രം ലക്ഷ്യമാക്കിയുണ്ട് സമ്പന്നരെ കൂടെ വളർത്തിയെടുക്കുമ്പം ഉച്ചനീചത്വം വളരുകയും അത് അന്ന് നടന്നു തന്നെയാണ്. അപ്പോൾ അത് മനുഷ്യരെന്ത് ചെയ്തു? അപ്പോൾ സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ കൃഷി ഉപേക്ഷിച്ചിട്ട് നഗരങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഇപ്പോഴത്തെ പോലെ തന്നെ മനുഷ്യൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി വേണ്ടേ? അപ്പോൾ ഇന്നത്തെ സ്ഥാനം ബോധ്യപ്പെടും. അവിടെ കൃഷി അവർ വളർത്തിയെടുത്തു. അന്ന് കൃഷി ഉപേക്ഷിച്ചിട്ട് ഈ രാജ്യം നഗരത്തിലേക്ക് കുടിയേറാൻ തുടങ്ങി. അപ്പോൾ രാജാവിന് ചുറ്റും കുറേ ആൾക്കാരിങ്ങനെ അവർ ശിങ്കിടികളായിട്ട് മാറി, ധനവാന്മാരായിട്ട് മാറി. അപ്പോൾ കയറ്റി അയക്കാനുള്ള കൃഷി വസ്തുക്കൾ മുഴുവൻ കയറ്റി അയക്കുന്നതായിട്ട് മാറി. ഇന്ന് നമ്മൾ അങ്ങനെയല്ലേ? നല്ല മീൻ കിട്ടണമെങ്കിൽ നമ്മുടെ തന്നെ തുറമുഖത്ത് പിടിക്കപ്പെടുന്ന, നമ്മൾ തന്നെ ഈ പറയുന്ന നമ്മൾ തന്നെ കടലിൽ നിന്ന് പിടിക്കുന്ന നല്ല മീൻ കിട്ടണമെങ്കിൽ എവിടെ പോകണമെന്ന് അറിയാമോ? യൂറോപ്പിൽ ചെല്ലണം. കാരണം എല്ലാം കയറ്റി അയക്കുക. യൂറോപ്പിലെ വലിയ സ്ഥാന്ത എന്ന് പറയുന്ന വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ സുന്ദരമായ മീനെ അവിടെ കിട്ടും. ഇവിടെ കിട്ടില്ല. ഇവിടെ വിലക്കൂട് തന്നെയാണ്, കിട്ടുകയില്ല. അതെല്ലാം അങ്ങോട്ട് കയറ്റി അയക്കുക. അപ്പോൾ ഇവിടുത്തെ മനുഷ്യരെ തഴഞ്ഞിട്ടുള്ള വ്യവസായ വളർച്ചയാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. പണം, അതുപോലെ തന്നെ ലാഭം, ഇതാണ് മുഖ്യ ലക്ഷ്യമെങ്കിൽ തകർച്ച അത് തീർച്ചയായും. അപ്പോൾ ഒട്ടേറെ ദരിദ്രരും അങ്ങ് വളരാൻ, കോർപ്പറേറ്റുകൾ വളരുകയും ദരിദ്രരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത് ഒട്ടും തന്നെ ആശാസ്യകരമല്ല. മതമേഖലയിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ജെറൂസലേം കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് വിചാരിച്ച് അവസാനത്തിലുള്ള അഴിമതി കൂടിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ ആരാധനകളും അനുഷ്ഠാന പ്രാർത്ഥനകളും ദൈവത്തിന് ഉള്ളിലേക്ക് അങ്ങ് ഒതുങ്ങുകയാണ്. അപ്പം അനുഷ്ഠാന പ്രധാനമായിട്ട് അങ്ങ് മാറി. അപ്പോൾ രാജ നിയമങ്ങൾക്ക് പകരം നിൽക്കുന്ന എന്തിനാ? ഉടമ്പടി പ്രമാണങ്ങൾക്ക് പകരം രാജ്യ നിയമങ്ങൾ വന്നു. ഉടമ്പടി പ്രമാണം എന്താ? 10 കൽപ്പന, മനുഷ്യനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അതിന് പകരം രാജാവിൻ്റെ നിയമങ്ങൾ വരികയാണ്. അപ്പോൾ നീതിന്യായം അത് സംരക്ഷിക്കാൻ പര്യാപ്തമില്ലാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ രാഷ്ട്രത്തെ ഒരു ചട്ടുകമായിട്ട് മതം ദുരുപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായോ? നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? പാർലമെൻറ്റ് മന്ത്രി ഇനാഗുറേറ്റ് ചെയ്യുന്ന എന്ത് രീതിയിലായിരുന്നു ആലോചിച്ചാൽ മാത്രം മതി എവിടെ നിൽക്കുന്നു നമ്മുടെ രാജ്യം എന്ന് ചിന്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് യഹോവ എന്ന് പറയുന്ന സൃഷ്ടാവും ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ്റെ സങ്കല്പദേവന്മാരായ വ്യത്യാസമില്ലാണ്ട് വിഗ്രഹങ്ങൾ അങ്ങ് കടന്നു പോകുന്നു. താൻ സംഭവിച്ചു. അതോടുകൂടി മനുഷ്യൻ്റെ തലകീഴ് പറഞ്ഞ് ചിന്തകൾ, വ്യക്തിത്വത്തിൻ്റെ ഉള്ള വാഹാത്മ്യം നഷ്ടപ്പെട്ടുകൊണ്ട് അടിമകളായിട്ട് തോന്നിക്കാം. അപ്പോൾ അന്തഃപുരം വികസിപ്പിച്ചെടുത്തു രാജാവിൻ്റെ എല്ലാ തലങ്ങളിലും. 700 ഭാര്യമാർ, 300 ഉപനാരിമാർ. അന്തഃപുരം വ്യാപ്തി ആലോചിച്ച് നോക്കി. ആ കൊട്ടാരം അന്തഃപുരം എന്ത് ഭയങ്കരമായിരുന്നായിരിക്കും. അത് വ്യാപിച്ചു. പക്ഷേ മറുവശത്തോ ഭയങ്കരമായ അപകട നിലയുണ്ടായി. അപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ സാമൂഹ്യ പ്രവാചകങ്ങളുടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരമായി നടപ്പാക്കി. എന്താ ദൈവം പറഞ്ഞത്? അതായത് ഒരു ഞങ്ങൾക്ക് യഹോവയാണ് നിങ്ങളുടെ രാജാവ്, യഹോവയാണ്, അല്ലാതെ വേറെ രാജാവില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വളർന്നു വന്ന ജനത്തിന് അവർക്ക് മറ്റ് രാജ്യങ്ങൾ നോക്കിയപ്പോൾ അവിടുത്തെ രാജാക്കന്മാരായ രാജാവിനെ കണ്ടു. അപ്പോൾ അവർ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്കും വേണം രാജാവ്. സാമുവേൽ പറഞ്ഞു വേണ്ട, നമുക്കൊരു രാജാവേ ഉള്ളൂ, അത് ദൈവമാണ്. അവസാനം നിർബന്ധിച്ചപ്പം യഹോവയോട് പ്രാർത്ഥിച്ചു. സാമുവേൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവർ നിന്നെയല്ല ധിക്കരിച്ചിരിക്കുന്നത്, എന്നെയാണ് ധിക്കരിച്ചിരിക്കും. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രാജാവിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പക്ഷേ വരാൻ പോകുന്ന ഫലം ഇതായിരിക്കും. ഓർത്ത് നോക്കിയോ, സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 8-ാം അധ്യായം 10 തൊട്ട് 18 വരെ വാക്യങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തെ സോളമൻ്റെ കാലത്ത് സംശയരഹിതമായിട്ട് നിറവേറി. 1 സാമുവേൽ 8, 10 തൊട്ട് 18 വരെ. അവിടെ എന്താ പറയുന്നത്? കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിക്കാം. രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളെ പുത്രന്മാരെ നിയോഗിക്കും. അടിമപ്പണി. രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ രാജാവിനെ ഇങ്ങനെ ഭയങ്കരമായി രാജാവിനെ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ എഴുന്നള്ളിക്കാൻ വേണ്ടി മുമ്പിൽ ഓടാൻ നിയോഗിക്കും. 1000ങ്ങളുടെയും 50കളുടെയും അധിപന്മാരായി അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണങ്ങൾ നിർമ്മാതാക്കളുമായി അവർ നിയമിക്കും. അതായത് ഈ ഉഴവുകാരെയും കൊയ്ത്തുകാരൊക്കെ മാറ്റിയിട്ട് രഥത്തിൻ്റെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അവർ നിയമിക്കും. അത് പാകം എടുത്ത് വായിച്ചു നോക്കുകയും നിങ്ങളെ പുത്രിമാരെ
സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കി മാറ്റും. എന്തിന്? രാജകൊട്ടാരത്തിന് വേണ്ടി. നിങ്ങളുടെ മക്കളുടെ കാര്യം ഈ പറഞ്ഞു വരുന്ന വ്യക്തിത്വത്തിൻ്റെ ആദരവില്ലാതെ പെരുമാറുമെന്ന. എന്നിട്ട് എന്തോ നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. രാജാവിൻ്റെ ചിങ്കിടികൾ നിങ്ങൾ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കുറേ ഭാഗം എടുത്തുകൊണ്ട് കൊണ്ടുപോകും. ആരോടും ചോദിക്കാതെ പോലീസ് വന്ന് എടുത്തുകൊണ്ടങ്ങ് പോകും. എന്നിട്ടാണ് നിങ്ങളുടെ ധാന്യങ്ങളുടെ മുന്തിരികളുടെ ദശാംശം എടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. രാജഭരണത്തിൻ്റെ ദോഷകരമായ അവസ്ഥയെക്കുറിച്ച് രാജാവ് ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം തന്നെ പറഞ്ഞ കാര്യങ്ങളാണിത്. നിങ്ങൾ ദാസന്മാരെയും ദാസിമാരെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്കായിട്ട് നിയോഗിക്കും, അടിമപ്പണി നിയോഗിക്കും. രാജാവ് വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ആട്ടിൻ പറ്റത്തിൻ്റെ ദശാംശം എടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇതാണ് സംഭവിച്ചത്. 1 സാമുവേൽ 8-ാം അധ്യായം 10 തൊട്ട് 18 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞ കാര്യം അതേപടി യാഥാർത്ഥ്യമായി. ഇതാണ് നമ്മളിവിടെ നിന്ന് സമാപിക്കുകയാണ്. രാജഭരണത്തിൻ്റെ ദുസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു വന്നത്. അത് നമുക്ക് എന്താ സന്ദേശം? എവിടെ മനുഷ്യൻ ഭരിച്ചാലും അതിനകത്ത് തിന്മയുണ്ടാകും. പക്ഷേ നന്മയുണ്ടാകാൻ നിരന്തരമായ തിരുത്തലുകൾ ആവശ്യമാണ്, നിരന്തരമായ മുന്നറിയിപ്പ് വിമർശനങ്ങൾ ആവശ്യമാണ്. ആ നന്മ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് അടിമപ്പെട്ട് കിടന്നുകൊണ്ട് ദാരിദ്ര്യത്തിൽ കിടന്ന് പൊളഞ്ഞ് നിരാശപ്പെടാനുള്ളവരല്ല നമ്മൾ. ദൈവം ഇടപെടേണ്ട സമയത്ത് ഇടപെടൽ തന്നെയും മർദ്ദിതർക്ക് മോചനം കിട്ടും. ദൈവത്തിൻ്റെ പക്കൽ മർദ്ദിതൻ്റെ നിലവിളി എത്തും. ദൈവം ഇറങ്ങി വരും. കർത്താവ് ഈശോയും കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വാസം മനസ്സവാസം അവരുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ.